ഹലോ മക്കളെ, നാസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശീലനത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം. മുൻഭാഗത്തിലെ ചോദ്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. 34. അടുത്ത ചോദ്യം, പല അളവുകളിൽ വെള്ളം നിറച്ച ഗ്ലാസുകളുടെ ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതിന് ഏറ്റവും കുറവ് വെള്ളമുള്ളതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെള്ളമുള്ളതിലേക്ക് ക്രമമായി അടുക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും കുറവ് വെള്ളമുള്ളതിൽ നിന്ന് കൂടുതൽ വെള്ളമുള്ളതിലേക്ക് ക്രമീകരണം. അപ്പം ഏറ്റവും കുറവ് ഏതിലുള്ളത് കണ്ടുപിടിച്ച് 2, പിന്നെ 4 അല്ലേ, പിന്നെ 3, പിന്നെ 1. അപ്പം 2 കൊണ്ട് തുടങ്ങണം ഉത്തരം. 2 കൊണ്ട് തുടങ്ങുന്ന 2 ഉത്തരങ്ങളുണ്ടല്ലോ, എയും ഉണ്ട് സിയും ഉണ്ട്. അപ്പം 2 കഴിഞ്ഞാൽ അടുത്തത് ഏതാ വരേണ്ടത്? 4. 2 കഴിഞ്ഞിട്ട് 4 വരുന്നുണ്ടോ നോക്ക്. ഓപ്ഷൻ നമ്പർ എയിൽ 2, 4, 3, 1 നോക്കാം. 2, 4, 3, 1. യെസ്, അത് തന്നെയാണ് ശരി വരുന്നത്. അപ്പോൾ ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മുകളിൽ കാണിച്ചിരിക്കുന്ന പുസ്തകത്തിനും സഞ്ചിക്കും കൂടി ആകെ വില എത്രയാണ്? 250 രൂപയും 321. 250ഉം 321 കൂട്ടേണ്ടത്. 0 1 1, 5 2 7, 2 3 5, 571 അല്ലേ. ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, തളികയിൽ ആകെ ലഡു 15, ഒരു പെട്ടിയിൽ 5 ലഡു വീതം. അപ്പോൾ ഒരു തളികയിൽ 15 ലഡു ഉണ്ട്, ഒരു പെട്ടിയിൽ 5 ലഡു വീതം വെക്കണം എങ്കിൽ തളികയിലെ ലഡു എല്ലാം നിറക്കാൻ എത്ര പെട്ടി വേണം? 15 എണ്ണം എത്ര പെട്ടിയിൽ നിറക്കണം? 1ൽ 5, അപ്പോൾ 2 എണ്ണത്തിലാവുമ്പോൾ 10, 3 എണ്ണത്തിൽ 15. അപ്പോൾ നോക്കാം നമുക്ക്. ഒരു പെട്ടി ആണെങ്കിൽ 5, 2 എണ്ണമാകുമ്പോൾ 10 എണ്ണേ ആവുള്ളൂ, 3 എണ്ണം 15, ഇനി 5 എണ്ണമാകുമ്പോൾ 5, 10, 15, 20, 25 എണ്ണം വരും അല്ലേ. നമുക്ക് 15 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഏതാ ശരിയായ ഉത്തരം? ഓപ്ഷൻ നമ്പർ സി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന രൂപങ്ങളിൽ വൃത്തം ഏതാണ്? ഇതിൽ ഏതാ വൃത്തം? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? യെസ്, ഓപ്ഷൻ നമ്പർ എ ആണ് ശരി. അടുത്ത ചോദ്യം, ഒരു ടാങ്കിൽ 700 ലിറ്റർ വെള്ളമുണ്ട്. 700 ലിറ്റർ വെള്ളമുണ്ട്. ചോദ്യം ഇതാണ്, കുറച്ച് വെള്ളം ഉപയോഗിച്ചു. ഇപ്പോൾ ടാങ്കിൽ 275 ലിറ്റർ വെള്ളം അവശേഷിച്ചിരിക്കുന്നു എങ്കിൽ എത്ര ലിറ്റർ വെള്ളമാണ് ഉപയോഗിച്ചത്? അപ്പോൾ 700 ഉണ്ടായതിന് 275 ഇപ്പോൾ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം. 700-ന്ന് 275 കുറക്കണം. 0-ന്ന് 5 കുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പുറത്തുനിന്ന് കടം എടുക്കുന്നു. 7-ന് 6 ആക്കി, 0-ന് 9, മറ്റേ 0-ന് 10. 10-ന്ന് 5 കുറച്ച് 5, 9-ന്ന് 7 കുറച്ച് 2, 6-ന് 2 കുറച്ച് 4, 425. ഏതാ ശരി? 425. യെസ്, ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ചുവടെയുള്ള ക്രമത്തിൽ അടുത്ത രൂപം എന്തായിരിക്കും? ഈ ഒരു ക്രമത്തിൽ അടുത്ത രൂപം ഏതാ വരേണ്ടതെന്ന് നോക്കണം. ത്രികോണം, വട്ടം, ചതുരം. ത്രികോണം, വട്ടം, ചതുരം. ത്രികോണം ഏതാ? ചതുരാണോ വട്ടാണോ ഏതാ വരേണ്ടത്? ത്രികോണം കഴിഞ്ഞാൽ ഏതാ വന്നിട്ടുള്ള? വട്ടം അല്ലേ. ഓപ്ഷൻ നമ്പർ ബി. ചോദ്യം, ചിത്രത്തിലെ ഏത് വസ്തുവിനാണ് 3 സെൻറ്റിമീറ്റർ നീളമുള്ളത്? ഇതിൽ ഏതിനാ 3 സെൻറ്റിമീറ്റർ നീളമുള്ളത് നോക്കണം. 0-ന്ന് 3ലേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ കാണുന്നില്ല. ഇനി അടുത്തത് നോക്കാം. 1-ന്ന് 4ലേക്ക് ആരെങ്കിലും ഉണ്ടോ? 3 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. അപ്പോൾ 1-ന്ന് 4ലേക്കും ഇല്ല. ഇനി 2-ന്ന് അടുത്തേക്ക് നോക്കണം, 5ലേക്ക്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? 2-ന്ന് 5ലേക്ക് ഉണ്ടല്ലേ. 2-ന്ന് 5ലേക്ക് 3 സെൻറ്റിമീറ്റർ അല്ലേ? അതെ. അപ്പോൾ ഇതാണ് തീപ്പെട്ടിക്കൊള്ളിയായിരിക്കും ശരിയായ ഉത്തരം. യെസ്, ഓപ്ഷൻ നമ്പർ സി, തീപ്പെട്ടിക്കൊള്ളി. അടുത്ത ചോദ്യം, തുടർന്ന് വരുന്ന സംഖ്യകൾ എഴുതുക. 12, 16, 20, 24. എത്ര കൂടി വരുന്നേ? 4 കൂടി വരുന്നല്ലേ. അപ്പോൾ 24 കഴിഞ്ഞാൽ അടുത്തത് വരേണ്ടത് 28. 32ആണോ 34ആണോ? കൂട്ടി നോക്കിയാൽ 29, 30, 31, 32 അല്ലേ. 32. 28, 34 ഉണ്ട്, 28, 32 ഉണ്ട്. 28, 32. ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു പെൻസിലിന് 5 രൂപ അല്ല, 5 രൂപയാണ് പെൻസിലിൻ്റെ വില. ഇത്തരം 4 പെൻസിലുകൾക്ക് എത്ര രൂപയാകും? 1-ന് 5, 2-ന് 10, 3-ന് 15, 4-ന് 20. അപ്പോൾ ഓപ്ഷൻ നമ്പർ ബി 20 ആണ് ശരിയായ ഉത്തരം.
ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഈ ചോദ്യത്തിൻ്റെ PDF ടീച്ചർ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് ഇടാം. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കണ്ട ശേഷം ഒന്നും കൂടി ഈ ചോദ്യങ്ങളെല്ലാം ഒന്ന് വായിച്ച് ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യുക, എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് വായിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് സ്കോർ ചെയ്യുക. സീ യു ദെൻ, ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.